പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം യെശയ്യാ 53:5 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശുവിൽ പ്രിയ സഹോദരരെ, തിരുവചനത്തിലൂടെ ഇന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഈശോ സഹിച്ച പീഡകൾ, ഈശോ ഏറ്റെടുത്ത ക്ഷതങ്ങൾ, ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെയും സൗഖ്യത്തിന് വേണ്ടിയായിരുന്നു. ആ സൗഖ്യത്തിന് വേണ്ടി ഈശോ സഹിച്ച പീഡകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇന്ന് ഈ തിരുവചനത്തിലൂടെ. വചനം പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു എന്ന്. എൻ്റെ പ്രിയ സഹോദരരെ, ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളും ഈ വചനം എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോ സഹിച്ച വേദനകൾ, ഈശോ സഹിച്ച പീഡകൾ, ഈശോയുടെ ശരീരത്തിലേറ്റ ഓരോ മുറിപ്പാടും എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി, ഞാനും നിങ്ങളും ചെയ്ത ഈ ലോകത്തിൽ നമ്മൾ ചെയ്ത അതിക്രമങ്ങൾക്ക് വേണ്ടി, അകൃത്യങ്ങൾക്ക് വേണ്ടി ഈശോ ഏറ്റെടുത്ത പീഡകൾ, സഹിച്ച പീഡകൾ, ഈശോ സഹിച്ച വേദനകൾ എൻ്റെയും നിങ്ങളുടെയും ചിന്തകളിലേക്ക്, എൻ്റെ നിങ്ങളുടെ മനസ്സിലേക്ക്, എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വീണ്ടും ഒരു പാപം ചെയ്യുന്നതിന് മുമ്പ്, വീണ്ടും ഒരു അതിക്രമം ചെയ്യുന്നതിന് മുമ്പ് ഈശോയെ ആ കുരിശിലേക്ക് നോക്കുവാൻ, അവിടുന്ന് ചിന്തിയ രക്തത്തെ ഓർക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഈശോ ചിന്തിയ ഓരോ തുള്ളി രക്തവും എൻ്റെ നിങ്ങളുടെയും വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു, എൻ്റെ നിങ്ങളുടെ നിത്യജീവന് വേണ്ടിയായിരുന്നു, എൻ്റെ നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും എൻ്റെ ഈശോയിൽ ജീവിക്കുവാൻ, ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഇനിയൊരു പാപം പോലും, എൻ്റെ ഈശോയെ ഇനിയൊരു അതിക്രമങ്ങൾക്ക് പോലും കൂട്ടുനിൽക്കുവാനോ ഒരു പാപം ചെയ്യുവാനോ എൻ്റെ ജീവിതം കൊണ്ട് ഇടയാകാൻ ഇടവരുത്തരുതേ എന്ന് ഈശോയോട് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുന്നത് എങ്ങനെയാണ്? അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി വന്നെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ സഹിച്ച ശിക്ഷ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ രക്ഷയാക്കി മാറ്റിയവനാണ് നസ്രായനായ യേശു. ഹല്ലേലൂയ. ആമേൻ.